അവർക്ക് അധികാരമുണ്ട്, ഭൂരിപക്ഷമുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തിൽ ഭേദഗതി ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളെയെല്ലാം അവർ മാറ്റിമറിക്കും. അങ്ങനെയാണ് അവർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവർ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, 4/3 ഭൂരിപക്ഷവുമായി BJP അധികാരത്തിലെത്തുന്ന ഒരു കാലമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകരും. മാത്രമല്ല, ഭരണഘടനയെ പൂർണ്ണമായും അവർ പൊളിച്ചെഴുതും. വലിയ തോതിലുള്ള ഗൂഢാലോചനയാണ് അതിനുവേണ്ടി അവർ നടത്തുന്നത്. അത് പരസ്യപ്പെടുത്തി പോലും പല സ്ഥാനാർത്ഥികൾ സംസാരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ ക്രമക്കേട് ഉണ്ടായെങ്കിലും അത് ദൂരവ്യാപകമായി പലയിടത്തും അതിന്റെ തെളിവുകൾ വ്യക്തമായി കാണിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. എന്നാൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അത് കൃത്യമായി അവിടെ പരസ്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചതിന്റെ തെളിവുകളാണ് പ്രതിപക്ഷത്തിന് ഹാജരാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയും വലിയ അപകടം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഒറ്റഘട്ടത്തിൽ 288 സീറ്റും ഒരേ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് പോവുക, 41 ലക്ഷം വോട്ടുകൾ 5 മാസത്തിനിടയിൽ അധികമായി കൂട്ടിച്ചേർക്കുക. 5 കൊല്ലം കൊണ്ട് സാധാരണ നിലയിൽ 31 ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നിടത്താണ് നിലയിലേക്ക്, അപകടകരമാകുന്ന രീതിയിലേക്ക് കള്ളക്കളി കളിക്കാൻ വേണ്ടി ബോധപൂർവം പരിശ്രമം നടത്തിയത്. ഇവിടെയാണ് ജ്ഞാനേഷ് കുമാറിന് ഉത്തരം പറയേണ്ടി വരുന്നത്. തന്റെ മുൻഗാമി ചെയ്ത വഞ്ചന, ഈ രാജ്യത്തോട് കാണിച്ച നീതികേട് കൃത്യമായി വിവരിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. ജ്ഞാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പിനെ റദ്ദു ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേതൃത്വം വഹിക്കുന്ന പാനൽ 2/1 ഭൂരിപക്ഷത്തോടു കൂടി ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുക്കുന്നു. അതായത് ക്യാബിനറ്റ് അംഗങ്ങളായിട്ടുള്ള 2 പേർ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. ഇവർ മാത്രമാണെങ്കിൽ ഒരു രീതിയിലും നീതിയുക്തമായി തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അത് BJP-ക്കാർക്ക് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, സുപ്രീം കോടതിക്കും ഈ രാജ്യത്തെ എല്ലാ സംവിധാനം കൃത്യമായി മനസ്സിലാക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണ്. 3 അംഗങ്ങൾ ഉള്ളവരിൽ 2 അംഗങ്ങളുടെ പിന്തുണ അത് ഒരിക്കലും നീതിയുക്തമല്ല. അതേസമയം അതിനകത്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 2-2 എന്ന നിലയിലേക്ക് ജ്ഞാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് മാറിയത്. അപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നനെ. അങ്ങനെ വരുമ്പോൾ പല രീതിയിലും കേന്ദ്ര ക്യാബിനറ്റിന് പല പ്രതിപക്ഷത്തിന്റെ വാക്കുകളും അംഗീകരിക്കേണ്ടി വന്നേനെ. ഇവിടെയാണ് ജനാധിപത്യം ഉൾക്കൊള്ളേണ്ടത്. ജനാധിപത്യ രീതിയെ മുഴുവൻ ധ്വംസിച്ചതിന് ശേഷം ജ്ഞാനേഷ് കുമാർ നല്ലവനാണ് എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഒരു അഫിഡവിറ്റ് പോലെ നൽകിയാൽ, ഒരു സത്യവാങ്മൂലം പോലെ നൽകിയാൽ, അത് കേട്ട് നിൽക്കാനുള്ള പമ്പര വിഡിത്തമൊന്നും സുപ്രീം കോടതി നടത്തേണ്ടതില്ല എന്നതാണ് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞിരിക്കുന്നത്.